ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹെവൻലി സ്പൈസസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മൾ സ്കൂൾ വിട്ട് വരുമ്പോൾ നമ്മുടെ വീട്ടിലമ്മമാരുണ്ടാക്കി വെച്ചിരുന്ന ഒരു മധുരമുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഞങ്ങളുടെ നാട്ടിൽ അതിനെ പറയുന്നത് മുട്ടച്ചുരുളെന്നാണ്. മുട്ടയൊക്കെ വെച്ചിട്ടാണ് അതിൻ്റെ ബാറ്റർ ഉണ്ടാക്കുക. അതുകൊണ്ടാണ് മുട്ടച്ചുരുളെന്ന് പറയുന്നത്. ചില നാട്ടിൽ ഇതിനെ ഏലാഞ്ചി എന്ന് പറയും, ചില നാട്ടിൽ ഇതിനെ ലവ് ലെറ്റർ എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ, പക്ഷെ നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഉണ്ടാക്കുന്ന വേർഷനാണ് കാണിക്കുന്നത്. ആദ്യം ഞാൻ ഇതിൻ്റെ ബാറ്റർ ഉണ്ടാക്കാൻ പോവാണ്. ഫില്ലിങ് അത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1.5 കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. 1.5 കപ്പിന് ഞാൻ 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അത് ഓരോ മൈദ അനുസരിച്ച് അതിന് വ്യത്യാസം വരും. ഇതിൽ ബാറ്റർ വരേണ്ടത് ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിലാണ്. അപ്പോൾ അത് എങ്ങനെയാണ് നിങ്ങളുടെ മൈദ ആവുന്നത് അതുപോലെ തന്നെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന മുട്ട വലിപ്പം കുറവാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കുറച്ചുകൂടി വെള്ളം വേണ്ടി വരും. വലിപ്പം കൂടുതലാണെങ്കിൽ ചിലപ്പോൾ വെള്ളം താവും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് കൺസിസ്റ്റൻസി ശരിയാക്കാം. വെള്ളം കൂടിപ്പോയാൽ കുറച്ച് മൈദയിട്ട് റെഡിയാക്കുക. വെള്ളം കുറഞ്ഞു പോയാൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഒന്നും കൂടി മിക്സ് ചെയ്യാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അത് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, നല്ല യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ യെല്ലോ ഫുഡ് കളറോ ചേർക്കാം, അല്ലെങ്കിൽ രണ്ടും ചേർക്കാതെ യൂസ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടാലും അത്യാവശ്യം നല്ല കളർ കിട്ടും. അപ്പോൾ നമ്മൾ വെറുതെ ഫുഡ് കളർ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി ഇതിലോട്ട് പാകത്തിലുള്ള ഉപ്പ് കൂടി ചേർത്ത് ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം നിർബന്ധമില്ല. കയ്യിലാണെങ്കിൽ വിസ്ക് ചെയ്തെടുത്താലും കൈ കൊണ്ട് ഇളക്കിയെടുത്താലും മതി. പക്ഷെ അപ്പോൾ കുറച്ച് കൂടുതൽ സമയം നമ്മുടെ മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ നമുക്ക് കട്ടയൊന്നുമില്ലാതെ നല്ല രീതിയിൽ അടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യം ബാറ്റർ ഉണ്ടാക്കിയിട്ട് വരാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ നമ്മൾ നന്നായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സിയിൽ അടിച്ച് വെക്കുക. അപ്പോൾ നന്നായിട്ട് കട്ടകളൊക്കെ ഉടഞ്ഞു വിട്ട് നമ്മുടെ ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിലാണ് അത് ഉണ്ടാക്കേണ്ടത്. ഒരു ലൈറ്റ് യെല്ലോ കളർ വന്നിട്ടുണ്ട്. അത് നമ്മുടെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടാണ്. ഒരുപാട് യെല്ലോ കളർ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. ഇനി നമുക്ക് ഇതിനുള്ള ഫില്ലിങ് തയ്യാറാക്കാം. ഇനി നമ്മൾ ഇതിന് ആവശ്യമായിട്ടുള്ള ഫില്ലിങ് ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടി ഞാനിവിടെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു ഇടത്തരം വലിപ്പമുള്ള ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു കുറച്ച് പഞ്ചസാര, ഇതൊരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഉണ്ടാവും. ഇത് ഏലക്കപ്പൊടിയാണ്. ഇത് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരി, ഏത് ടൈപ്പ് മുന്തിരി വേണമെങ്കിലും എടുക്കാം. ചെറുതാക്കി നുറുക്കിയതാണ് അണ്ടിപ്പരിപ്പ്. മുന്തിരി അങ്ങനെ തന്നെ കഴുകി വൃത്തിയാക്കി ഇട്ടിട്ടുള്ളതാണ്. ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഓപ്ഷണലാണ്. പിന്നെ ഈ പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. ഞാനൊരു 4 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിത് ഉണ്ടാക്കുന്നത് നെയ്യിലാണ്. നെയ്യ് ഇഷ്ടമില്ലാത്തവർ ഏതെങ്കിലും ടൈപ്പ് ഓയിൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചാലും മതി. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിതാ നമ്മുടെ നെയ്യ് പാത്രത്തിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലോട്ട് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് ഇട്ട് കൊടുക്കുക. ഇത് ഒരുപാട് സമയത്തെ പണിയൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് നമ്മുടെ പണി കഴിയും. അണ്ടിപ്പരിപ്പ് മുന്തിരി ഇടുമ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാനൊക്കെ നല്ല രസമായിരിക്കും. നെയ്യിലൊക്കെ വറുത്ത് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ കുട്ടികൾക്കത് കഴിക്കാനായിട്ട് നല്ല ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ചേർക്കുന്നത്. താല്പര്യമില്ലാത്തവരെ അത് സ്കിപ്പ് ചെയ്യാം. ഈ മുന്തിരിയൊക്കെ ഒന്ന് വീർത്ത് വരുന്ന സമയം വരെ ഒന്ന് ചെയ്യാം. ഇവിടെ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലൂടെ തേങ്ങ ഇടാം. തേങ്ങയൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ഇടുക. എത്ര തേങ്ങ വേണമെന്ന് വെച്ചിട്ട് അതിനനുസരിച്ച് ഇടുക. അതിലോട്ട് നമ്മളുടെ ഷുഗർ ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഒരുപാട് ഇങ്ങനെ വറുത്ത പോലെ ഒന്നും ആവണ്ട കേട്ടോ തേങ്ങ. ഈ നെയ്യിൽ ഇതൊക്കെ കൂടി അങ്ങ് മിക്സായിട്ട് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമ്മുടെ പഞ്ചസാരയൊക്കെ ഒന്ന് കോട്ടായി വന്നാൽ മതി അതിൽ. മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്റർ വെച്ചിട്ട് ദോശ പോലെ ഉണ്ടാക്കി ഈ ഫില്ലിങ് ഉള്ളിൽ വെച്ചിട്ടൊന്ന് ചുരുട്ടിയെടുക്കുക. ഇതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യും മറ്റേ ഏലക്കപ്പൊടി ഇട്ടിട്ട് തേങ്ങ വഴറ്റിയെടുത്തിട്ടുള്ളതാണ്. തേങ്ങ ഒരുപാട് ഇങ്ങനെ വിളയിച്ചെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. പഞ്ചസാരയൊക്കെ അങ്ങനെ പാകത്തിന് ഇട്ട് കൊടുക്കുക, മധുരത്തിനനുസരിച്ച്. ഇനി നമുക്ക് എങ്ങനെയാണ് ഏലാഞ്ചി ഉണ്ടാക്കുന്നത് നോക്കാം. ഇനി നമ്മൾ മുട്ടച്ചുരുൾ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഏലാഞ്ചി ഉണ്ടാക്കാൻ പോവാണ്. മുട്ടച്ചുരുൾ എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. അത് ഉണ്ടാക്കാൻ പോവാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മളൊരു ദോശച്ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ഒന്ന് ചൂടാകാനായിട്ട് വയ്ക്കാം. ഓൺ ചെയ്ത് ചൂടാകണമെങ്കിൽ ചൂടായതിനു ശേഷം നമ്മൾ ദോശ പരത്തിയെടുക്കുന്നത് പോലെ ഓരോന്നോരോന്നായിട്ട് പരത്തിയെടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമ്മുടെ മാവ് ആദ്യം നമ്മളൊന്ന് ഇളക്കിയെടുക്കുക. ഇളക്കിയതിന് ശേഷം 1 സ്പൂൺ എടുത്തിട്ട് അതെങ്ങനെയാണ് നിങ്ങൾക്ക് അത്ര വലിപ്പം വേണമെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക. നമ്മളൊന്ന് പരത്തിയെടുക്കുക.
ദോശ പരത്തുന്ന പോലെ തന്നെ ഒന്ന് പരത്താം. ആ പരത്തിയതിന് ശേഷം ഇത് നല്ല ഡ്രൈ ആയിട്ട് വരണം. ഈ വെള്ള കളറിലൊക്കെ ഒന്ന് മങ്ങി വരും. അപ്പോഴാണ് അത് മൊരിഞ്ഞിട്ടുണ്ടാവുക, ഒന്ന് വെന്തിട്ടുണ്ടാവുക. അത് കഴിയുമ്പോൾ ഒന്ന് മറച്ചിട്ടിട്ട് നമുക്ക് തിരിച്ചെടുക്കാം. ഇതെല്ലാം വെള്ള കളറും മാറിയിട്ടുണ്ട്. ഇനി മെല്ലെ അതൊന്ന് മറിച്ചിടാം. ഇത് മെല്ലെ നമുക്ക് എടുത്തിട്ടൊരു പാത്രത്തിലോട്ട് മാറ്റാം. എങ്ങനെയാണ് സെറ്റ് ചെയ്യാന്ന് നോക്കാം. ആദ്യം നമ്മുടെ മിക്സ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതിൽ നിന്ന് കുറച്ച് മിക്സ് എടുത്തിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക. അത് സെന്ററിൽ വെക്കരുത് കേട്ടോ. ഏറ്റവും അറ്റത്തായിട്ട് വെക്കുക, ഏതെങ്കിലും ഒരു അറ്റത്തായിട്ട് വെക്കുക. എന്നിട്ട് ഇത് മെല്ലെ ഒന്ന് ചുരുട്ടി കൊടുക്കുക. ഒന്ന് ചുരുട്ടിയതിന് ശേഷം ഈ രണ്ട് സൈഡിൽ നിന്നും ഒന്നും പിടിച്ച് ലോക്ക് ചെയ്തിടാം. നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല രസമായിട്ട് ഒട്ടി അങ്ങ് വന്ന് നിൽക്കും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഏലാഞ്ചി ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം ഇതുപോലെ ചുട്ടെടുത്ത് മടക്കി എടുത്തിട്ട് വരാം. ഇതിപ്പോൾ നമ്മുടെ ഏലാഞ്ചി നല്ല അടിപൊളിയായിട്ട് ഇത് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നല്ല സോഫ്റ്റാണ്. നല്ല തൊട്ട് നോക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. ഇതായപ്പോൾ നമ്മുടെ ഏലാഞ്ചിരി ഇതുപോലെയാണ് ഇരിക്കുക കേട്ടോ. ഇത് ഇങ്ങനെ ഒട്ടിച്ച് അങ്ങനെ ഇരുന്നോളും. മൈദ ആയതുകൊണ്ട് തന്നെ നല്ല ഒട്ടി അങ്ങ് ഇരുന്നോളൂ കേട്ടോ. അതങ്ങനെ പോകുന്നില്ല. പോവാതിരിക്കാനാണ് നമ്മൾ രണ്ട് സൈഡിലും ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുന്നത്. ഇനി ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. വളരെ കുറച്ച് സമയം വേണ്ടൂ. ഇപ്പോൾ എല്ലാം കൂടി റെഡി ആയിട്ട് വരുമ്പോൾ ഒരു 15 to 20 minutes ഒക്കെ കൊണ്ട് നമുക്ക് വേഗം റെഡി ആയിട്ട് എടുക്കാം. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ പാർക്കിൽ പോയി കളിച്ചിട്ട് വരുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഇതിപ്പോൾ ഈ മൈദമാവിന് പകരം കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് ഗോതമ്പ് മാവായിട്ട് ഉണ്ടാക്കാം. പക്ഷേ മൈദ ഇടുമ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ട് വരിക. മൈദയും മുട്ടയൊക്കെ കൂടി ചേരുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെ ഇരിക്കും. ഇത് തുറക്കുമ്പോൾ ഇതിങ്ങനെ ചുരുട്ടിയിരുന്ന് ഇതിങ്ങനെ തുറക്കുമ്പോൾ മധുരം വരുന്നത് കൊണ്ടാണ് ഇതിനെ ലവ് ലെറ്റർ എന്ന് വിളിക്കുന്നത്. പിന്നെ മുട്ടച്ചൂരിലെന്ന് മുട്ട ചേർക്കുന്നതാണ് വിളിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ മുട്ടച്ചൂരിലെന്നാണ് വിളിക്കുക. നിങ്ങളുടെ നാട്ടിൽ എന്താണ് വിളിക്കുക എന്നുള്ളത് നിങ്ങൾ കമൻറ്റിലൂടെ പറയാം. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.